സ്വർണ്ണക്കടത്തിൽ പോലീസിനും SP സുജിത് ദാസിനും പങ്കെന്ന ഗുരുതരമായ ആരോപണം ഉയരുകയാണ്. കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങൾ പണം ആവശ്യപ്പെട്ടുവെന്ന് പ്രതിയായിരുന്ന ചിന്നൻ ബഷീർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പണം നൽകാത്തതിനാൽ SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം കൊടുവള്ളിയിൽ കൊണ്ടുപോയി തെളിവെടുത്തു. സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ മനഃപൂർവ്വം പ്രതി ചേർത്തുവെന്നും ചിന്നൻ ബഷീർ ആരോപിക്കുന്നു. കസ്റ്റഡി വാങ്ങി എന്നെ കൊടുവള്ളി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്തിന്? അപ്പോൾ പറഞ്ഞല്ല, തെളിവെടുപ്പിനാണ്, SP-ൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. SP-യുടെ ഓർഡർ പ്രകാരമാണ് പണിയെടുക്കുന്നതെന്നല്ലേ DSP അഷ്റഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആണല്ലോ, അല്ലാതെ പുള്ളി DSP അഷ്റഫിൻ്റെ സ്വകാര്യ താല്പര്യപ്രകാരമല്ലോ. SP-യുടെ ഓർഡർ അതെന്താണെന്ന് വെച്ചാൽ അത് പ്രകാരം തന്നെയാണല്ലോ. കാരണം എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് ഇവർ വിളിച്ചും കണ്ട് SP-യോടും സംസാരിച്ചു. അപ്പോൾ കുഴപ്പമില്ല, കിടന്നോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ പെടുത്തിയതാണ്. നടന്നത് രാമനാട്ടരാണെങ്കിലും എന്നെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടേക്കാണ്. രാമനാട്ടരെ എയർപോർട്ടിലെങ്ങാണ്ടാണ് ഇത് നടന്നത്. എയർപോർട്ടിൻ്റെ പരിസരത്താണല്ലോ നടന്നത്. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് നാട്ടിക്കാനായത് SP-ൻ്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുന്നതാണ് DSP അഷ്റഫിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നെ നാട്ടിൽ കൊണ്ടുപോയി കൊണ്ട് ഹാൻഡ് കപ്പ് വെച്ച് നടത്തി കഴിഞ്ഞെങ്കിൽ വരെ കേസൊക്കെ അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന തെറ്റ് ഓരോരുത്തർ എൻ്റെ പേരിൽ ആരോപിക്കുന്നത് എന്താണ്, ഞാൻ ഈ പ്രതികളെ അക്കോമഡേറ്റ് ചെയ്തെന്നാണ്. അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഹാൻഡ് കപ്പ് വെച്ച് നാട്ടിലുള്ള കൊണ്ടെടുക്കുന്നതിൽ ഹിക്കമത്ത് എന്താണെന്നുള്ളത് SP-ക്കും DSP അഷ്റഫിനും മാത്രമേ അറിയുള്ളൂ. DSP അഷ്റഫിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ്, ഈ ഹാൻഡ് കപ്പ് വെച്ച് ഈ നാട് വിവരം കൊണ്ടെടുക്കുന്നത്? എനിക്കും വലിയ പിള്ളേരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ബഷീറെ ഇത് എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥനായ സുജിത് ദാസ് എന്ന് പറഞ്ഞ SP പറഞ്ഞ പ്രകാരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ പേഴ്സണൽ താല്പര്യത്തിലല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് എന്താണ് മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴല്ല മനസ്സിലാവുന്നത്. എന്ത് ഈ സ്വർണ്ണ പിടിക്കുന്നതും ഒക്കെ രാജ്യസ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ എക്കണോമി തകരണമൊന്നും നല്ലല്ലോ. ഇപ്പം സുജിത് ദാസ് ഈ പണിയെടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സ്വന്തം വീട്ടിലോട്ട് അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലോട്ട് കിട്ടുമ്പം സ്വാഭാവികമായിട്ട് അതാണല്ലോ ഇപ്പം നമുക്ക് ഇതുവരെ മനസ്സിലായത്. ഈ അടിച്ചു മാറ്റുന്ന സ്വർണ്ണത്തിൽ നിന്നൊരു ഷെയർ പുള്ളിക്കും വരുന്നുണ്ട്. ഇത് തൊട്ടാൽ എട്ടാലൊന്ന് എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. അതേപോലെ ഈ സ്വർണം പിടിക്കുന്നവർക്ക് എല്ലാവർക്കും ലാഭമല്ലേ? അതാണല്ലോ ഇതിൻ്റെ സംഭവം. അതാണല്ലോ ഇപ്പം മനസ്സിലായത്, വ്യക്തമായല്ലോ. അപ്പോൾ നമുക്ക് അന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തന്നെ ഇപ്പം ഇത് ജനം അറിഞ്ഞല്ലോ, പബ്ലിക്കെല്ലാം അറിഞ്ഞല്ലോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വെച്ചാൽ എന്നോട് അവർ നേരിട്ട് ഇയാൾ DSP അഷ്റഫ് നേരിട്ട് ചോദിച്ചിട്ടില്ല. പുള്ളിയുടെ സ്റ്റാഫിൻ്റെ അടുത്ത് എൻ്റെ സാമ്പത്തിക നിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിനക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാശ് കൊടുത്ത് എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെടുത്ത് കാശില്ല. എന്നെ കൊണ്ടോട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിയൊക്കെ ആക്കിയ സമയത്തൊക്കെ തന്നെ ഈ ഡാൻസ് ഓഫിനെ പറ്റിയിട്ട് ഇവരെ പറ്റിയിട്ട് എന്താ വെച്ചാൽ ഇവരെ സഹപാഠികളായി കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് യൂണിഫോം ഇട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് തന്നെ പറയാറുണ്ട്, എന്ത് അവർ ഒരു അങ്ങനത്തെ ടീമാണ്, ഒരു കാക്കി ഇടൂല. അതായത് കാക്കി ഇടാതെ നാട്ടിൽ ഗുണ്ടായിസം നടത്തുന്ന സംവിധാനം തന്നെ. അങ്ങനെ തന്നെ മനസ്സിലായത് എനിക്ക്. ഈ കേസ് വെച്ച് ഒരുപാട് കാശുണ്ടാക്കിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൽ ഒരുപാട് പ്രതികൾ വെളിയിലുണ്ട്. അപ്പോൾ വെളിയിലുള്ള പ്രതികൾക്ക് നാട്ടിൽ വരുമ്പം വരെ അറസ്റ്റ് ആവണ്ട, അല്ലെങ്കിൽ ജയിലിൽ പോകണ്ട എന്ന് കരുതിയിട്ട് ഇവർക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ ചോദിച്ചാൽ കൊടുക്കും. കോടിക്കണക്കിന് ഈ കേസ് കൊണ്ട് മാത്രം ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SP ആവട്ടെ, DSP അഷ്റഫ് സാർ ആവട്ടെ, ഇവരൊക്കെ എന്താണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടും കണ്ട് നല്ല കാശുണ്ടാക്കിയുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനൊരു കാശും കൊടുത്തിട്ടില്ല, കാശും കൊടുക്കാനായിട്ട് എടുത്തില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഒരുപാട് വീടുകളിൽ പറഞ്ഞോണം, വീടുകളിൽ പ്രായമുള്ള ആൾക്കാർ എന്താണ് കട്ടോനെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയോനെ പിടിക്കുക എന്നുള്ള സംവിധാനം അവർ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വീടുകളിൽ നട്ടപ്പാർക്ക് 3 മണിക്കും 4 മണിക്കും ഈ തീവ്രവാദികളെ പിടിക്കാൻ പോകുമ്പോൾ കയറിയിട്ട് അവിടെ വീടുകളിൽ ഉമ്മമാരും ഒക്കെ ബോധം കെട്ട് വീഴുകയും ഹോസ്പിറ്റലിൽ പോയി. എന്തിനു പറയണം, DSP അഷ്റഫ് സാറിനെ അറിയാലോ. അവിടെ ഉണ്ടായിരുന്ന ഈ റിയാസ് എന്ന് പറഞ്ഞവൻ്റെ വീട്ടിൽ ഇവർ കയറി അവൻ്റെ ഉമ്മ ബോധം കെട്ടി വീഴുന്നതാക്കിയാലും ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് അത് കഴിഞ്ഞ് മകനെ കാണണമെന്ന് പറഞ്ഞു കണ്ട് അഥവാ മരിച്ചു പോകും ചോദിച്ചാൽ പിന്നെ DSP അഷ്റഫ് എന്നാ പറഞ്ഞത്, ആ ശരി ഓക്കെ വന്ന് കണ്ടു പൊക്കോട്ടെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ലോക്കപ്പിൽ നിന്ന് മകനെ കണ്ട ഉമ്മനെ തിരിച്ചു കൊണ്ടുവന്നു. അതിന് മാത്രം നരനായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതിലൊരു സംശയമില്ല. നിരപരാധികളെ ബലിയാടാക്കിയോ എന്ന വലിയ ചോദ്യമാണ്. ഇത് തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള MLA ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘവുമായി പോലീസിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന്. ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ പുറത്തേക്ക് വരികയാണ്. അനുഭവസ്ഥർ സംസാരിക്കുകയാണ്. CK വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. CK, ആത്യന്തികമായി നോക്കിയാൽ ഇത് നമുക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ശരി. പക്ഷെ ആത്യന്തികമായി നഷ്ടം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. അത്രയും അന്തർധാരയുണ്ടോ സംസ്ഥാനത്തെ പോലീസും കസ്റ്റംസും തമ്മിൽ? തീർച്ചയായും ഈ കണക്കുകൾ ഇപ്പോൾ അതാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 1 ക്വിൻ്റലിലധികം സ്വർണം ഈ രീതിയിൽ സുജിത് ദാസിൻ്റെ സംഘം പിടികൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരുപക്ഷെ ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ടാകാം.
പക്ഷേ ഇതൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യസ്നേഹം കൊണ്ട് ഒന്നുമല്ല, അവരുടെ വ്യക്തി താല്പര്യം കൊണ്ടാണ്. ഇതൊരു കറവ പശുവായി ഈ സംഘത്തെ ഇവർ ഉപയോഗിച്ചു എന്ന് തന്നെ വ്യക്തമാകുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ് മാതൃഭൂമി ന്യൂസിനോട് മാത്രമായിട്ട് ഇത്തരം പ്രതികരണം നടത്തുന്നത്. ഈ ബഷീർ പറയുന്ന കാര്യം, ബഷീർ ചെയ്തിരിക്കുന്നത് ഈ പ്രതികൾക്ക് ഹാർബറിംഗ് ഒരുക്കി എന്നൊരു കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് മറയാക്കി യഥാർത്ഥത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തും എന്നും പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഒരു തെളിവ് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൽ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി കയ്യാമം വെച്ച് കൊടുവള്ളിയിലെ നാട്ടിൽ തെളിവെടുപ്പ് എന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നു. അതോടുകൂടി നാട്ടിലാകെ ബഷീർ കള്ളക്കടത്തുകാരനാണ്, സ്വർണ്ണക്കടത്തുകാരനാണ് എന്ന വിവരം പുറത്തു വരുന്നു. കൂടുതൽ പ്രശ്നങ്ങളിൽ പെടാതിരിക്കാൻ പണം നൽകാൻ ഈ ഡാൻസ് ഓഫ് സംഘം ആവശ്യപ്പെട്ടു എന്നുമാണ് ബഷീർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഈ സുജിത് ദാസിൻ്റെ താല്പര്യം എന്താണെന്ന് കരുതിയാൽ ഈ സ്വർണം പിടിച്ച് ഇത് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ച് അതിൻ്റെ പണവും ഫൈനും ഈടാക്കിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് പരമാവധി പണം ഉണ്ടാക്കുക, സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ്. അതുതന്നെയാണ് PV അൻവർ നേരത്തെ തുടങ്ങുകയും ചെയ്തത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഈ രാമനാട്ടുകര നടന്ന ഈ സംഭവത്തിൻ്റെ ഭാഗമായി അവിടെ ഉള്ള ഒരു ക്രൈമിൽ എന്തിനാണ് കൊടുവള്ളിയിൽ കൊണ്ടുപോയി ഇങ്ങനെ തെളിവെടുപ്പ് നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമാണ്. ഈ കൊടുവള്ളിയിലുള്ള പലർക്കും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നത് വസ്തുതയായിരിക്കെ, പക്ഷേ ഈ രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്നും ബഷീർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല ഉപയോഗിച്ചത് എന്ന് വ്യക്തം. അത് അദ്ദേഹത്തിന് അഴിമതി നടത്തുന്നതിന് വേണ്ടിയും പണമുണ്ടാക്കുന്നതിന് വേണ്ടിയും ഈ പ്രതികളെ ഉപയോഗപ്പെടുത്തി എന്നുമാണ്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ അനുഭവമുള്ളവർ എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിലുള്ള ഒരു പ്രതി പറഞ്ഞത് 10 ലക്ഷം രൂപ ചോദിച്ചു, 5 ലക്ഷമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ, ബാക്കി 5 കൊടുക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും പ്രതിയാക്കി എന്നുമായിരുന്നു. അതായത് നമ്മൾ അറിയാത്തൊരു സമാന്തര ലോകം കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. CK തീർച്ചയായും ഉണ്ട്. കാരണം ഇതിൻ്റെ കുറേ ചിഹ്നങ്ങൾ വളരെ രസകരമാണ്. കാരണം ഇവർ ഈ കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്നും സ്വർണവുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘം ഉണ്ട്. അത് ഈ രാമനാട്ടുകര കേസിൽ 6 or 7 സംഘമുണ്ടായിരുന്നു. അതായിരുന്നു ആ സംഭവത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥ. ഒരാൾ പൊട്ടിക്കുന്നു, അയാളെ പൊട്ടിക്കാൻ വേറൊരു സംഘം, അവരെ പൊട്ടിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘം, അങ്ങനെ വലിയ രീതിയിൽ അർജുനായെങ്കിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പ്രതിയാവുന്നതും ആ സംഭവത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇവരെ മനസ്സിലാക്കുകയും ഇവരുടെ വാഹനത്തിലേക്ക് മഫ്റ്റിയിൽ പോലീസുകാർ അപ്പോൾ തന്നെ കയറുകയും അങ്ങനെ ഈ വാഹനം ഒരു പ്രത്യേക ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് നിർത്തുകയും അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്യുകയും അവിടെ നിന്ന് സ്വർണവും പണവും ഒക്കെ വാങ്ങി ആ കേസ് തേച്ചുമാച്ച് കളയുകയും ചെയ്യുന്ന ഒരു രീതി, അതായത് ഔദ്യോഗികമായുള്ള ഒരു പൊട്ടിക്കൽ സംഘമായി ഡാൻസ് ഓഫ് സംഘം മാറിയിട്ടുണ്ട് എന്നാണ് ബഷീർ പറഞ്ഞത്. അതായത് ഒരു സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ പൊട്ടിക്കൽ, അത് നമ്മൾ പലതരത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലപ്പുറം പോലീസിൽ തന്നെ ഒരു സ്വർണ്ണ പൊട്ടിക്കൽ സംഘമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.